കണ്ടോ ലോഡ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് രാവിലത്തെ ഉണ്ടല്ലോ ഇവിടെ പോകാൻ പോകാം കേട്ടോ. വണ്ടിയിൽ ഇതൊക്കെ എടുക്കാണ്ട് മറ്റേ കസാരല്ലേ ഇതൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയേക്കാണ്ട് അവിടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കസാര ഒരു സ്ഥലത്ത് കൊണ്ടുപോയേക്കാണ്ട് നമ്മളിപ്പോൾ വണ്ടിയിൽ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിൽ നേരെ അങ്ങോട്ട് കസാര കൊണ്ട് വെച്ചിട്ട് വരാം. കണ്ടോ ലോഡ് ഉണ്ടാവുകയാണ്. കസാര ഉണ്ട്, പിന്നെ സാധനങ്ങളുണ്ട്. അവിടെ കടന്നോ. സാധനങ്ങളൊക്കെ അവിടെ ഇറക്കാം. നടന്നു വരാനില്ലേ വേക്കാളൊക്കെ അവിടെ വെച്ചിട്ട് നേരെ വീട്ടിൽ പോവാ. വേർക്കണേ, ചൂടെടുക്കണം. അവിടെ നിന്ന് ഒരു മൈസൂർ പാക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആയിരുന്നു കട, ഒരു ചെറിയ കട ഉണ്ടായിരുന്നു. രണ്ട് മൈസൂർ പാക്ക് മേടിച്ച് ഇന്നുകൊണ്ടേനെ നടക്കുന്നത്. ഇന്ന് കുറച്ച് മഴ പെയ്യും തോന്നുന്നില്ല. രണ്ടും എനിക്ക് തോന്നുന്നുണ്ട്, പെയ്യില്ല അറിയില്ല. നമ്മളിപ്പോൾ വീട്ടിലെത്തിക്കണം കേട്ടോ. വീട്ടിലെത്തി ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ കോഴി അതിന് അവിടുത്തെ തെങ്ങിൻ തോട്ടത്തെ തുണി ഉണക്കി വെച്ചിട്ടുണ്ട്. പുതപ്പൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കാണ്ട് അതവിടെ കാണും. അതാ അവിടെ നല്ല തുണി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം മഴ ചെയ്യും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നേരെ കൊണ്ടുവരും. അതെ വരുന്നേ നീ ആണോ. തുണിയൊക്കെ ഇങ്ങനെ ഒതുക്കി പെറുക്കി വെച്ചിരിക്കണം കേട്ടോ. അവിടെ ഇങ്ങനെ അവിടെ സ്ഥലമില്ലാത്ത വീട്ടിലെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇതാ പുതപ്പ് സാധനങ്ങൾ അവിടെ നിന്ന് ഈ വേലി അടിയിട്ട് അതെടുക്കാണ്ട്. ഇപ്പൊ വേലി കാരണല്ലോ. കുഞ്ഞാടെ വീട്ടില് മൊബൈൽ അടിച്ചിരിക്കുക. ഇത് എത്ര റൗണ്ട് ഉണ്ട് പതിപ്പ്? എത്ര റൗണ്ട് വരേണ്ടി വരും? ആ അണ്ണന്മാരെ പോലെ ഇനിയും പോ. ഇത് വിടട്ടോ. ഇത് ഞാൻ കൊണ്ടുവരത് ഓ പിടിക്കോ? പോട്ടെ. അത് ഇന്ന വില കേട്ടോ. ഇന്നെ വേണ്ട, അത് ഞാൻ കൊണ്ടു. അതല്ല ഇത് ഇത് പുതപ്പേ പുതപ്പേ. മാറാ അമ്പോ ആ കൈവേനക്ക്. ഇതെൻ്റെ ഉറപ്പ്. ജിമേ കടന്നുറങ്ങല്ലേ? എന്താ അട്ടടിച്ചിട്ടേ മുറിയൊക്കെയായി കൊണ്ടുവന്നിക്കണം. ഞാൻ തുണിയൊക്കെ എടുത്ത് വെച്ച് മെല്ലെ ഒന്ന് വെറുതെ കടന്നു നോക്കിയതാ. അങ്ങോട്ട് ഉറങ്ങിപ്പോയി.
ഇപ്പോൾ സമയം 7 മണി. അമ്മ എവിടെ അമ്മ? മിച്ചർ മിച്ചർ ഇതാണോ? ആ ഒരു പിടാണ് വാരിയിട്ടേ ഇരുന്ന് കഴിക്കാം. അമ്മേന്റെ മടി കയറി എങ്ങോട്ട് തിരിച്ച ഓടുക. ആ കുളിക്കട്ടെ അമ്മ. അമ്മ തോർത്തെടുക്കാം. അമ്മ തോർത്തെടുക്കാം. അമ്മ കുളിക്കട്ടെ. തോർത്ത് ഇതറിയോ? ഇത് നിനക്കറിയോ? ഇങ്ങനെ നോക്ക്. എന്നിട്ട് മെല്ലെ ഇവിടെ നിനക്കൊക്കെ അറിയോ? ബാത്റൂമിലാരാ? അല്ല ഇങ്ങോട്ടൊന്നും ഞാൻ ഫോണ് കാണിച്ചു കൊടുക്കൊന്നുമില്ല. കാണിച്ചു കൊടുക്കാതെ ഫോണ് കൊടുക്കും. ഫോൺ കാണിച്ചു കൊടുക്കാരോ? ആ ഫോണിൻ്റെ ശേഷമല്ലേ ഇങ്ങോട്ട് വരാത്തെ. ഇനി വരട്ടെ. നീ കിടക്കുമ്പോണ്ടല്ലോ വേർത്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇങ്ങനെ ഇന്ന് അമ്മീനെ എവിടെ ഉറങ്ങണ്? അതന്നെ ചോദിച്ച എവിടെ ഉറങ്ങണേന്ന്. ഇവിടെ. ആ അപ്പൊ ഞാൻ അവിടെ അല്ലെങ്കിലേ നീ ഇന്ന് സ്കൂളിൽ പോയി? ലിഫ്റ്റ് ഇട്ടിട്ട് രാത്രി ലിഫ്റ്റ് ഇട്ടിട്ട് പോണ്. ഞാൻ പറഞ്ഞിക്കണേ എനിക്ക് ദേഷ്യം പിടിക്കുന്നു. ലോക്ക് ഉറക്കേ കിണി ഇങ്ങോട്ട് വാ. ലോക്ക് ഉറങ്ങല്ലോ കേട്ടോ. ഇതിന്റെ നെറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓണാക്കാന്ന്. അപ്പൊ ഞാനേ കുളിച്ചിട്ട് വരാം കേട്ടോ. വേർത്തിട്ടുണ്ടല്ലോ ഒട്ടണ്. ഞാൻ എന്താ ഇപ്പൊ പോയിട്ട് കുളിച്ചിട്ട് വരാം. ഓക്കെ. ഇപ്പൊ അതിന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് 9 മണി ആയിക്കണ്. കുളിക്കാൻ ഭയങ്കര തണുപ്പ്. കുളിച്ചിക്കണ് കേട്ടോ. ഓണക്ക് ഹോട്ട്സ്പോട്ട് ഓണക്ക്. ഫിറോസ്കിന്റെ ഫുഡ് എന്തായാലും ഇവക്ക് അത് കിട്ടൂല പറഞ്ഞുകൊണ്ടേ ഇത് നോക്കിയിട്ട് അതിന്റെ സ്വാദ് ഇത് അനുഭവിച്ചിട്ട് അത് അവര് തിന്നണ കണ്ടിട്ട് അതേപോലെ തിന്ന ചോറ്. അവര് തിന്നണ കണ്ടിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റിന് മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് ചോറ് അവർ കഴിക്കണം. ഇപ്പം ഇങ്ങനെ വായിക്കണം. ഞാൻ അതൊന്നും കാണാറില്ല. ചൈനീസ് ഞാൻ കാണാറില്ല. നീ ഓണം നോക്ക്. ഇത് കഴിയുമ്പോഴത്തേക്കും ഓണൊക്കെ കടങ്ങിരിക്കുന്നേ ഓരോ നേരം അടിച്ചോണ്ടിരിക്കണേ. എനിക്ക് വേനുണ്ട്. ഒന്ന് കുറച്ച് ഫോണാടുന്നേ. അതിൻ്റെ അവിടെ നോക്കി വെച്ചോ. എടുത്തിട്ട് ഞാൻ അയച്ചിട്ടുള്ളൂ.
ഉണക്ക് എടുത്തൊക്കെ ഏതാ എടുത്ത് വെച്ച് ഉണക്ക് 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 എന്റെ അമ്മ ശതമാനം കൊടുത്തില്ലേ? അച്ഛൻ നോക്ക് 10 മണി കഴിഞ്ഞ് ഇനിയിപ്പോ 2 മണി ഇവിടെ ചോറ് കഴിച്ച് ഇവിടെ ഉറങ്ങും. പിന്നെ ഉണക്കി ഹോട്ട്സ്പോട്ട് ഹോട്ട്സ്പോട്ട് ഞാൻ കുറച്ച് മൊബൈൽ കളിച്ചിട്ട് ഞാൻ ഉറങ്ങട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ വ്ലോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ലോഗായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.